നിങ്ങൾക്ക് ക്രൈം ത്രില്ലർ അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു മൂഡിൽ പോകുന്ന പരിപാടികളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു ഒരു വെറും ഒരു സീസൺ മാത്രമേ ഇപ്പോൾ നിലവിൽ ഇറങ്ങിയിട്ടുള്ളൂ. ഒരു സീസൺ മാത്രമുള്ള ഒരു കാട്ടാൻ എന്ന് പറയുന്നത് കൊണ്ട് വിജയ് സേതുപതിയാണ് അതിനകത്ത് മെയിൻ ലീഡ് ചെയ്തേക്കുന്നത്. ഈ സിനിമ മെയിനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോലീസുകാരൻ്റെ POVയിലാണ് മെയിനായിട്ട് സിനിമ മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു ഉൾഗ്രാമത്തിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. ആ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള കേസുകളും കാര്യങ്ങളും ഒന്നും വരാതെ ആ സ്റ്റേഷൻ അടച്ച് പൂട്ടേണ്ട ഒരു വക്കിൽ നിൽക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ, അടച്ചു പൂട്ടാൻ പോകുന്നു എന്നുള്ള അതിൻ്റെ ഒരു വക്കിൽ നിൽക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ. അങ്ങനെ അവർക്ക് യാദർച്ഛികമായിട്ടൊരു കേസ് കിട്ടുന്നു. കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു തല കിട്ടുന്നു, ഒരു മനുഷ്യൻ്റെ തല മാത്രം കിട്ടുന്നു. അതിൻ്റെ ബോഡിയില്ല, അവർ കുറേ തപ്പിയിട്ടും അതിൻ്റെ ബോഡിയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അങ്ങനെയാണ് കഥ തുടങ്ങി പോകുന്നത്. അങ്ങനെ ആ തലയുടെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളായിട്ട് ഇവർ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ആയിട്ട് ഒരുപാട് കിടന്നോടുന്നു. ഇതാണ് പടത്തിൻ്റെ ബേസിക്, അതായത് ഈ സീരീസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു വൺ ലൈൻ സ്റ്റോറി ഇതാണ്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ ഹുക്ക് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ഇതിൽ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒന്നാമത്തെ കാര്യം, ഒന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെയുള്ള ഒരു ലോക്കലായിട്ടുള്ള ഒരു പോലീസുകാരനുണ്ട്. പുള്ളിയും പുള്ളിയുടെ ഫാമിലിയൊക്കെ കാണിച്ചു പോകുന്ന രീതി ഭയങ്കര രസമായിട്ടാണ് കാണിച്ചു പോകുന്നത്. രണ്ടാമത്തെ കാര്യം, വിജയ് സേതുപതി പുള്ളിക്കാരൻ്റെ റോൾ, പുള്ളിക്കാരനാണ് മെയിൻ ലീഡ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ്റെ കുറച്ചായിട്ടൊന്നും പിന്നെ ആകുമ്പോൾ ഒരുപാടുണ്ട് പുള്ളിക്കാരൻ്റെ സീൻസൊക്കെ. പക്ഷേ പുള്ളിക്കാരനെ കാണിക്കാതെ പുള്ളിക്കാരൻ്റെ കഥ പറയുന്ന ഭാഗങ്ങളൊക്കെ ഭയങ്കര രസമായിട്ടാണ് പോകുന്നതും. ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഇതിൻ്റെ ഒരു ചെറിയൊരു വീക്ക് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് സീസൺ തന്നെ അവസാന എപ്പിസോഡ് വെറും 10 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. അപ്പം ഈ അവസാനത്തെ കുറച്ച് എപ്പിസോഡൊക്കെ ആകുമ്പോഴത്തേക്ക് പോലീസുകാരുടെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെറിയ വീക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാനിപ്പം 10 എപ്പിസോഡും ഒരു രീതിയിലുള്ള ലാഗോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു കഥ പറയുന്ന പോലെയാണ് നമ്മളടുത്തോട് എന്ന് വെച്ചാൽ, ഒരു കഥ നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തരുമ്പോൾ എങ്ങനെ ഇരിക്കും, ആ സെയിം ഫീലിംഗ് നിങ്ങൾക്ക് ഇത് കാണാം. ഒരുപാട് ചിന്തിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതായത് മൈൻഡൊക്കെ കുറച്ച് ഫ്രീ ആക്കി ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരുന്ന് കണ്ടോ. ഇതിപ്പം ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. കാണാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും കാണാം. കണ്ടവരൊക്കെ എൻ്റെ അഭിപ്രായങ്ങൾ അവരവരുടെ. എനിക്ക് പേഴ്സണലി ഫസ്റ്റ് സീസൺ ഒരു സീസൺ ഇറങ്ങിയിട്ടുള്ളൂ, ഇനി കൂടുതൽ ഇറങ്ങുമെന്നും അറിയത്തില്ല. പക്ഷെ കണ്ടത് ഇതിൻ്റെ ഒരു 10ാമത്തെ എപ്പിസോഡ് കൊണ്ട് നിർത്തുന്നത് ഒരു വിധത്തിൽ തീരുന്ന പോലെ കൊണ്ട് നിർത്തിയേക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇനി അടുത്തൊരു സീസൺ വരുമെന്ന്. പക്ഷേ കണ്ടത്രയും എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 7 എപ്പിസോഡ് എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. അവസാനത്തെ ഒരു എട്ടാമത്തെ 9ാമത്തെ എപ്പിസോഡ് കിട്ടില്ല കേട്ടോ. 8ാമത്തെ എപ്പിസോഡിലാണ് ഈ വിജയ് സേതുപതിയുടെ കുറേ കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് ആ ഒരു ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. എനിക്ക് 8ാമത്തെ എപ്പിസോഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ 9ാമത്തെ എപ്പിസോഡ് ചെറുതായിട്ടൊരു വീക്കായിട്ട് തോന്നി. പക്ഷെ എന്നിരുന്നാൽ പോലും ലാസ്റ്റ് ഫിനാലെ എപ്പിസോഡ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ലായിരുന്നു. എന്തായാലും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറ. എനിക്ക് പേഴ്സണലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എപ്പോഴും, അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക വെബ് സീരീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സീസൺ ആണെങ്കിലും 2 സീസണാണെങ്കിലും ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക വെബ് സീരീസ് ഒന്നല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ വരുന്ന കാര്യങ്ങൾക്കോ, അല്ലെങ്കിൽ കഥയ്ക്കകത്ത് തന്നെ കുറേ റൗണ്ട് കാണും. പക്ഷേ ഇത് എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയില്ല. കണ്ടു നോക്കിയിട്ട് നിങ്ങളെല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്തായാലും പറ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.